എന്തുവാ 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 ഇവിടെ കണ്ട് കാണിക്കുന്നേ? ഉളുപ്പുണ്ടോ തള്ളേ നിങ്ങൾക്ക്? എനിക്ക് അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക. ഇവൻ എരുസലേമിൽ വന്നു കഴിഞ്ഞാൽ മറ്റേ കൊറോണ അടിച്ച് മറ്റേ പൊളിക്കണം എന്നുള്ളത് എന്റെ ഒരു മോഹമാണ്. ഞാനിപ്പോ നമ്മുടെ വെസ്റ്റേൺ മാളിന് മുന്നിൽ ജെറുസലേമിൽ നിൽക്കുവാണ്. ഒരു മലയാളി ചേച്ചി ഇസ്രായേലിൽ ജോലി ചെയ്യുന്ന ചേച്ചി പറഞ്ഞിരുന്നു മാഹീനെ കണ്ട കർണത്ത് അടിക്കണമെന്ന് പറഞ്ഞിരുന്നു. ചേച്ചി ഞാൻ കുറെ നേരമായിട്ട് 2-3 മണിക്കൂറായിട്ട് ഞാൻ വെസ്റ്റേൺ മാളിൽ നിന്ന് കറങ്ങുവാണ്. ചേച്ചി ഉണ്ടെങ്കിൽ പെട്ടെന്ന് വരും, ഞാൻ ഇനിയും ഒരു 2-3 മണിക്കൂർ. ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ ഒരു കാര്യം പറയാനുണ്ട്. ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണാതിരിക്കുക. കാര്യം ഒരു അളിഞ്ഞ വൃത്തികെട്ട വീഡിയോ ആണ്. ഒരുമാതിരി അളിഞ്ഞ സാധനത്തിനെയാണ് ഗൈസ് നമ്മൾ ഇന്നത്തെ വീഡിയോ പരിചയപ്പെടുത്താൻ പോകുന്നത്. വൃത്തികെട്ട ഐറ്റം കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ കാക്കിച്ച് തുപ്പാൻ തോന്നും. അമ്മാതിരി ഒരു സാധനത്തെയാണ് ഗൈസ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് ഫുഡ് വല്ലതും കഴിക്കുന്നുണ്ടെങ്കിൽ മാറ്റി വെക്കുക. ഓക്കെ, അപ്പം നമുക്ക് വീഡിയോയിലോട്ട് വരാം. ഇതാണ് ഹിച്ച് ഹൈക്കിംഗ് നൊമാഡ്. മഹീൻ എന്നാണ് പേര്. പുള്ളിക്കാരനെ ഒരുവിധപ്പെട്ട എല്ലാവർക്കും അറിയായിരിക്കും. ഇദ്ദേഹം ഒരു ട്രാവൽ ബ്ലോഗറാണ്. ഭയങ്കര അഡ്വഞ്ചറായിട്ട് ട്രാവൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു നാടോടികളൊക്കെ യാത്ര ചെയ്തില്ല, അതുപോലെ യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ബൈക്കിനകത്ത് ലിഫ്റ്റ് അടിച്ച്, വണ്ടിക്കകത്ത് കൈ കാണിച്ച്, കാറിനകത്ത് കയറി ഇങ്ങനെ അങ്ങ് പോകും. ഭയങ്കര ധൈര്യമാണ് പിന്നെ സമ്മതിക്കണം. അയ്യോ, പുള്ളിയൊക്കെ യാത്ര ചെയ്യുന്ന പോലെ എനിക്കൊന്നും ജന്മത്തിൽ യാത്ര ചെയ്യാൻ പറ്റൂല, ആലോചിക്കാൻ പോലും പറ്റൂല. അത്രയും അഡ്വഞ്ചറായിട്ട് യാത്ര ചെയ്യുന്ന വ്യക്തിയാണ്. പണ്ട് താലിബാനിലൊക്കെ പോയി അവന്മാരുടെ കൂടെ തോക്കൊക്കെ പിടിച്ച് അവന്മാരുടെ വണ്ടിക്ക് ലിഫ്റ്റ് അടിച്ച് പോയ വ്യക്തിയാണ്. ഇടയ്ക്ക് വെച്ച് പുള്ളിക്കാരൻ ഈ ഒരു ഇസ്രായേൽ പാലസ്തീൻ ഇഷ്യൂ വന്ന സമയത്ത് പാലസ്തീനെ അനുകൂലിച്ച് കുറെ പ്രസ്താവനകളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അന്നേരം എല്ലാവർക്കും അറിയാം പുള്ളിക്കാരൻ ഒരു പാലസ്തീൻ സപ്പോർട്ടർ ആണ് എന്ന്. എന്നിട്ട് ഇവൻ ചെയ്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇവന്റെ നെക്സ്റ്റ് യാത്ര നേരെ ഇസ്രായേലിലോട്ട്. ആലോചിച്ച് നോക്കണേ അവന്റെ ധൈര്യം. പുള്ളിക്കാരൻ പാലസ്തീനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ട് നേരെ കെട്ടും കിടക്കി എടുത്ത് അങ്ങ് ഇസ്രായേലിലോട്ട് വിട്ട് മതിയല്ലോ. അവിടെ ചെന്നപ്പോഴത്തേക്ക് പുള്ളിക്കാരനെ എയർപോർട്ടിൽ തടഞ്ഞു വെച്ചു. അവര് 4-5 മണിക്കൂർ അവരുടെ ഇരുത്തി പരിശോധിച്ചു. പുള്ളിക്കാരന്റെ ബാഗെല്ലാം കൊളവാക്കി. അതിന്റെ വീഡിയോ നമുക്കൊന്ന് കാണാം. 4 മണിക്കൂറായിട്ട് നീണ്ട ഇൻട്രോഗേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. 4 മണിക്കൂറായിട്ട് 3 പേര് അങ്ങോട്ടും ഇങ്ങോട്ടും വാട്സപ്പ് നോക്കുന്നു, എൻ്റെ ചാറ്റ് പരിശോധിക്കുന്നു, ഇൻസ്റ്റാഗ്രാം പരിശോധിക്കുന്നു, എൻ്റെ മതപരമായിട്ടുള്ള, സാമൂഹ്യപരമായിട്ടുള്ള, ഫാമിലിപരമായിട്ടുള്ള എല്ലാ ബാക്ക്ഗ്രൗണ്ടുകളും നോക്കുന്നു. തലവേദന എടുക്കുന്നു. ഇത്രയും ജീവിതത്തിലെ ഞാൻ ചെക്കിങ് കണ്ടിട്ടില്ല. ഹബീബി, വെൽക്കം ടു ഇസ്രായേൽ. ഞാൻ എൻ്റെ ബാഗ് കഴിഞ്ഞു കേട്ടോ. 4 മണിക്കൂർ കഴിഞ്ഞു. 4 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇറങ്ങാൻ പറ്റിയത്. എൻ്റെ ബാഗ് കാണാനില്ല. ബാഗ് ഞാനിതാ കിടക്കുന്ന കോലം നോക്കിക്കേ. എൻ്റെ ബാഗ് തൊലച്ചിട്ടേക്കുവാണ് കേട്ടോ. ഈ ദേശം എൻ്റെ ബാഗ് തൊലച്ചു കേട്ടോ. ബാഗ് അവർ കോലാക്കി, കണ്ടില്ലേ? ഇതെല്ലാം ഊരി ലിക്വിഡ്. 4 മണിക്കൂറായിട്ടുള്ള ഇൻട്രോഗേഷൻ അത് ഓക്കെ എന്ന് വിചാരിക്കാം. ബാഗ് ഇവിടെ കിട്ടിയപ്പോൾ വയ്യ കേട്ടോ. എല്ലാ സാധനവും തൊലച്ചു. ബാഗിന്റെ വള്ളിയൊക്കെ കീറി. എനിക്ക് എന്ത് പറയണമെന്ന് പറഞ്ഞൂടാ. എല്ലാം തൊലച്ചിട്ടേക്കാണ് കേട്ടോ എന്റെ സാധനങ്ങളെല്ലാം. ഇസ്രായേലുകാർ മാഹിനെ വരവേറ്റത് ഇങ്ങനെയാണ്. മേ ബി ചിലപ്പോൾ പുള്ളിയുടെ പാസ്റ്റ് ഹിസ്റ്ററി, ആ ഒരു പാസ്പോർട്ട് ചെക്ക് ചെയ്യുന്ന സമയത്ത് പല രാജ്യങ്ങളിൽ സന്ദർശിച്ചത് കാണുമല്ലോ. അതുകൊണ്ടായിരിക്കണം മേ ബി മാഹിനെ കൂടുതൽ അവർ പരിശോധിച്ചത്. വല്ല പാലസ്തീൻ ചാരനാണെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരിക്കും. ഇപ്പൊ പാകിസ്ഥാനിൽ നിന്ന് ആരെങ്കിലും ഒക്കെ ഇന്ത്യയിലോട്ട് വരുവാണെങ്കിൽ നമ്മൾ ഇതുപോലൊക്കെ പിടിച്ച് നോക്കത്തില്ലേ, അതുപോലെ തന്നെ അവന്മാരും നോക്കിയതായിരിക്കും. എന്താണെങ്കിലും അതാണ് ചെന്നിറങ്ങിയപ്പോൾ ഉള്ള മാഹിന്റെ ആദ്യത്തെ അനുഭവം. ഇത് കഴിഞ്ഞ് പുള്ളിക്കാരൻ വേറൊരു വീഡിയോയും കൂടെ അങ്ങോട്ട് ഇട്ട്. ഇസ്രായേലിൽ ചെന്നിട്ട് അവിടുത്തെ ഒരു മാർക്കറ്റിന്റെ ഒരു വീഡിയോ ആണ്. ആ മാർക്കറ്റിന്റെ വീഡിയോ ഇട്ട സമയത്ത് അതിനകത്ത് ചെറിയൊരു തംബ്നെയിൽ, ആ തംബ്നെയിൽ ഒന്ന് കാണിച്ചു തരാം. ലാസ്റ്റ് ഇട്ട വീഡിയോ ആണ് ഗൈസ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, ഞാൻ സ്ക്രീൻഷോട്ട് എടുത്താണ്. ഇസ്രായേലിലെ ജട്ടി മാർക്കറ്റ്, ഐ ലവ് ജൂയിഷ് ബോയ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതാണ് തംബ്നെയിൽ. കണ്ടല്ലോ, ജൂതനാമം എഴുതി ജട്ടി വിൽക്കുന്ന ഇസ്രായേലി മാർക്കറ്റുകൾ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ ഒരു വീഡിയോ ഇട്ടേക്കുന്നത്. ആ ഒരു ഫുൾ വീഡിയോക്കകത്ത് 10-20 സെക്കൻഡ് മാത്രമുള്ള ഒരു ഭാഗമാണ്. അതാണ് പുള്ളിക്കാരൻ തംബ്നെയിലാക്കിയേക്കുന്നത്. ഈ ഒരു തംബ്നെയിൽ ഭയങ്കരമായിട്ട് വിവാദമായി, ഭയങ്കരമായിട്ട് വിഷയമായി. കാര്യം പുള്ളിയുടെ വീഡിയോ കാണുന്ന ഇസ്രായേലികളൊന്നുമല്ല, ഇന്ത്യക്കാരാണ്. ഇന്ത്യയിൽ തന്നെ പാലസ്തീൻ സപ്പോർട്ടേഴ്സും ഉണ്ട്, ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളും ഉണ്ട്. ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മുടെ
ഇന്ത്യ എന്ന് എഴുതിയിട്ട് ഒരു ഷഡ്ഡി ഇട്ടുകൊണ്ട് പുറത്തോട്ടെടുത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അവനെ പിടിച്ച് മിക്കവാറും അകത്തിടും. അല്ലെങ്കിൽ ഐ ലവ് ഇന്ത്യ എന്നും പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഐ ലവ് ഇന്ത്യൻ ഗേൾസ് എന്നും പറഞ്ഞിട്ട് ഒരു ഷഡ്ഡി ഇട്ടുകൊണ്ട് പുറത്തോട്ട് ഇറങ്ങുകയാണ്. അവന്റെ അവസ്ഥ പിന്നെ എന്തായിരിക്കും? പക്ഷേ ഇസ്രായേലിൽ ചെല്ലുമ്പോഴത്തേക്ക് അവർക്ക് വേറൊരു കൾച്ചറാണ്. അവർ ഇന്നവേഴ്സ് ഒക്കെ യൂസ് ചെയ്ത് ബീച്ചിലൊക്കെ പോകുന്ന ആ ഒരു ടൈപ്പ് കൾച്ചറാണ്. അവർക്ക് ഇത് വലിയ പ്രശ്നമില്ലെന്ന് തോന്നുന്നു. മേ ബി അതായിരിക്കണം പുള്ളി വീഡിയോയ്ക്ക് അത് കാണിക്കാൻ ഉദ്ദേശിച്ചത്. ആണെങ്കിൽ ആ ഒരു ജട്ടി മാർക്കറ്റിന്റെ വീഡിയോ കൂടെ ഒന്ന് കാണിച്ചു തരാം. സാധനങ്ങൾ വാങ്ങണമെങ്കിൽ ഇങ്ങോട്ട് തന്നെ വരണം. ഇവിടെ കണ്ടില്ലേ, ഐ ലവ് ജൂയിഷ് ബോയ്സ്, ഐ ആം ജൂയിഷ്, യു ക്യാൻ ചെക്ക്. കൊള്ളാം കേട്ടോ, ഇതാണ്ടേ ഐ ആം ജൂയിഷ്, യു ക്യാൻ ചെക്ക്, അങ്ങനത്തേക്കുള്ളതാണ് കേട്ടോ. ഫുള്ള് ഐ ലവ് ജൂയിഷ് ഗേൾസ്. സോ ഇത്രയും സെക്കൻഡ്സ് മാത്രമേ അവർ വീഡിയോ ചെയ്ത് കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് വല്ലതും ട്രിമ്മിങ് വല്ലതും നടത്തിയോ എന്ന് അറിയില്ല. ഓക്കെ, എന്തായാലും ഇത്രയും ഒരു വീഡിയോക്കകത്തുള്ളൂ. അതാണ് തമ്പനയിലാക്കി വെച്ചേക്കുന്നത്. ഇതും നല്ല രീതിയിൽ ആൾക്കാർക്ക് കൊണ്ടു, പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യൻ ഇസ്രായേൽ സപ്പോർട്ടേഴ്സിന് നല്ല രീതിയിൽ ഇവനെ പൊങ്കാലയിട്ടു. ഇതിനുശേഷം മാഹിന്റെ വിവരമൊന്നുമില്ല, മാഹിന് വേറെ വീഡിയോസ് ഒന്നും ഇട്ടിട്ടൊന്നുമില്ല. കാര്യം നല്ല രീതിയിലുള്ള ബുള്ളിങ് ഈ വീഡിയോ കഴിഞ്ഞതിന് ശേഷം മാഹിന് കിട്ടി. അപ്പോഴാണ് ഉവേ പുതിയൊരു അവതാരം പിറവി കൊള്ളുന്നത്. അത് ചേച്ചി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പിറവി കൊള്ളാറുണ്ട്. അങ്ങനെ പിറവി കൊള്ളുന്ന ഒരു അപരാധമാണ് ഗൈസ്. ഒരു ചാച്ചി അവിടെ ഇസ്രായേലിലുള്ള ചാച്ചിയാണ്. ചാച്ചി മാഹിനെതിരെ വീഡിയോ ആയിട്ട് വന്ന് ആ ചാച്ചിയെ പറ്റിയാണ് നമുക്ക് ഇന്ന് സംസാരിക്കാനുള്ളത്. ഹെഡ്സെറ്റ് ഒക്കെ വെച്ച് കേൾക്കണം, അളിഞ്ഞ സാധനമാണ്. ഞാൻ ആദ്യമേ പറഞ്ഞു, വെറും വൃത്തിയിട്ട വർത്താനമാണ് ഇവർ സംസാരിക്കുന്നത്. എയർപോർട്ടിൽ വന്ന് 4 മണിക്കൂർ ചെക്കിങ് വലിച്ചു വാരി എടുത്തു. സത്യത്തില് അവന്റെ കൊതമായിരുന്നു ആദ്യം പരിശോധിക്കേണ്ടിയിരുന്നത്. മാഹീന്റെ നമ്മുടെ ജൂതന്മാർക്ക് അറിയില്ലായിരുന്നു ഇവര് കൊതം വിശാലമാക്കി 2-3 കിലോ സ്വർണം കടത്തുന്ന കൂട്ടരാണെന്നുള്ള കാര്യം അറിയത്തില്ലായിരുന്നു. ഇൻഫർമേഷൻ കിട്ടിയിരുന്നെങ്കിൽ ആദ്യം തന്നെ ഇവര് കൊതമായിരുന്നു. സത്യത്തിൽ ഇവരെ മിസൈലും കയറ്റി കൊണ്ടുവന്നോന്ന് അറിയാൻ പറ്റില്ലല്ലോ. ചേച്ചി മലദ്വാർ ഗോൾഡിൻ്റെ ആളാന്ന് തോന്നുന്നു. എൻ്റെ ദൈവമേ, ഈ ഒരു വേർഡ് ചേച്ചിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ട വേർഡാണ് ഗൈസ്. ആരും എനിക്കത് പറയാൻ വലിയ താല്പര്യമില്ല. കാര്യം ചേച്ചി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആ ഒരു വേർഡ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. എന്തിനാണോ എന്തോ, എന്തെങ്കിലും അഡ്വർടൈസ്മെന്റ് ചേച്ചി ചെയ്യാൻ ശ്രമിക്കുന്നതാണോ എന്ന് എനിക്കറിയില്ല. കാര്യം എന്ന് വെച്ചാൽ ചേച്ചി ആ ഒരു സാധനത്തെ പറ്റി ഒരു പാട്ട് തന്നെ രചിച്ചിട്ടുണ്ട് ഗൈസ്. വേണേ ആ പാട്ടോടെ ഒന്ന് കേൾപ്പിക്കാം. നിങ്ങൾ ഈ പാട്ട് കേട്ട് കഴിയുമ്പം ചേച്ചി ആരാണെന്ന് നിങ്ങൾക്ക് കൃത്യമായി ഒരു മനസ്സിലാവും. കൊതമ്പാറ് നടക്കും നടയപ്പാറ് 30 പവറും കുതിരപ്പാറ് 30 കുതിര പവറപ്പാറ് കാട്ടറബി മുഖത്തെ പാറ് പല്ലില്ല കിളവൻ പാറ് 7 പെണ്ണിൻ ആയിഷാവിൻ വാഴ്ക്കை പാറടാ அந்த 7 പെണ്ണിൻ ആയിഷാവിൻ വാഴ്ക്കടാ കോതം മനസ്സിലായോ? നമ്മുടെ മുഹമ്മദിന്റെ പേരെന്താണ്? കൊതം. മുഹമ്മദിന്റെ പേര് കൊതം എന്ന് മനസ്സിലാക്കിയ ഏതോ ഒരു ബിരുദൻ കുണ്ടിക്ക് കൊതം എന്ന് വിട്ട കുണ്ടി എന്നെ തൊട്ട് കൊതം എന്ന് വിളിച്ചേക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ മലയാളക്കരയിൽ കൊതം എന്നുള്ള പേര് പ്രബലമായി എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ കൊതം എന്നുള്ള ഒരു പദം വരാൻ സാധ്യത വളരെ കുറവാണ്. ചേച്ചിയുടെ പോക്ക് എങ്ങോട്ടാന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ല. നമ്മുടെ വെടലക്കുട്ടാപ്പി ബൈജുവിനെ അറിയത്തില്ലേ? അതിന്റെ ഒരു ലേഡീസ് വെർഷനാണ് ഈ പറയുന്ന ചാച്ചി. ചേച്ചിക്ക് എന്തിനാണോ എന്താ ചേച്ചി ആ പറയുന്ന ആ ഒരു സാധനത്തോട് ഭയങ്കര ഒരു ആരാധനയുണ്ട്. മേ ബി അഡ്വർടൈസ്മെന്റിന്റെ ഭാഗമായിരിക്കാം ഗൈസ്, നോ ഐഡിയ. ചേച്ചി പറയപ്പെടുന്നതും ആ ഒരു പേരിലാണ് ഗൈസ്. അങ്ങനെ ഈ മാഹിൻ ഇസ്രായേലിൽ വന്നതറിഞ്ഞ ചേച്ചി മാഹിനെ വെല്ലുവിളിക്കുകയാണ്. ധൈര്യം ഉണ്ട് ഇങ്ങോട്ട് വാടാ എന്നും പറഞ്ഞിട്ട് നമുക്ക് ആ വെല്ലുവിളിയും കൂടെ ഒന്ന് കേൾക്കാം. ആ മാഹിൻ ചെറ്റ ലൈവ് എല്ലാം കാണുന്നുണ്ടെങ്കിൽ ഊളയ്ക്കുണ്ടായവനെ അവനോട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊന്ന് ഇട്ട് കൊടുക്ക. ആ ഊളയോട് നിന്റെ ലൈവ് ഞാൻ ഇവിടെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആ പന്നവനോട് പറഞ്ഞേരേ. ഞാൻ സത്യത്തിൽ അവനെ യെരുശലേമിൽ പ്രതീക്ഷിച്ചിരുന്നു. ഈ പ്രദേശത്ത് വല്ലതും യെരുശലേമിൽ എവിടെ കണ്ടാലും അവന്റെ കാരണം ഞാൻ അടിച്ചു പൊളിച്ചിട്ട് ബാക്കിയുള്ളത് ഇന്നത്തെ കാര്യം ഞാൻ ചിന്തിക്കാൻ വേണ്ടി ഞാൻ ഇരുന്നതായിരുന്നു. ഇവിടെ ഞാൻ അവനെ കാത്തിരുന്നതായിരുന്നു. പക്ഷെ ആ പന്ന നാറി ഇവിടെ വന്നില്ല. വരുന്നതിന് മുമ്പേ പണി കിട്ടിക്കാണോ അവൻ എവിടെയെങ്കിലും? അതുകൊണ്ട് അവനിവിടെ വരാത്തത്. അവൻ നാട്ടിലിരുന്നുകൊണ്ട് അവൻ എന്തൊക്കെയാ പറഞ്ഞെന്നറിയാമോ? കേട്ടല്ലോ, ചില്ലറ വെല്ലുവിളിയൊന്നും അല്ല. ആ പരിസരത്തോടെങ്ങാനും പോയി കഴിഞ്ഞാൽ ചപ്പള അടിച്ച് തിരിക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത് മാഹിന്റെ. ചേച്ചി പറഞ്ഞ പോലെ ചെയ്യുന്ന ചേച്ചിയാണ് ഗൈസ്. കാര്യം ചേച്ചി ആരാധിക്കുന്ന കുണ്ടിയില്ലക്കാവിലെ ദേവിയെ തൊട്ടാണ് ഗൈസ് ചേച്ചി സത്യം ചെയ്തിരിക്കുന്നത്. കണ്ടോ നിങ്ങൾ? അങ്ങനെ ചേച്ചിയുടെ വെല്ലുവിളി ഏറ്റ് മാഹിൻ ഈ പറഞ്ഞ സ്ഥലത്ത് യെറുസലേമിൽ ചെന്നിട്ടുണ്ട്. അവിടെ ചെന്ന് പുള്ളി ഒരു വീഡിയോ കൊണ്ട് കാച്ചി. അങ്ങനെ മാഹിനിട്ട ആ വീഡിയോയും കൂടെ നമുക്ക് കാണാം ഗൈസ്. ഇവൻ യെരുശലേമിൽ വന്നു കഴിഞ്ഞാൽ മറ്റേ കൊറോണ അടിച്ച് മറ്റേ പൊളിക്കണം എന്നുള്ളത് എൻ്റെ ഒരു മോഹമാണ്. പിന്നെ
ഞാനിപ്പോ നമ്മുടെ വെസ്റ്റേൺ മാളിന് മുന്നിൽ ജെറുസലേമിൽ നിൽക്കുവാണ്. ഒരു മലയാളി ചേച്ചി ഇസ്രായേലിൽ ജോലി ചെയ്യുന്ന ചേച്ചി പറഞ്ഞിരുന്നു മാഹീനെ കണ്ട കർണത്തടിക്കണമെന്ന് പറഞ്ഞിരുന്നു. ചേച്ചി ഞാൻ കുറെ നേരമായിട്ട് 2-3 മണിക്കൂറായിട്ട് ഞാൻ വെസ്റ്റേൺ മാളിൽ നിന്ന് കറങ്ങുവാണ്. ചേച്ചി ഉണ്ടെങ്കിൽ പെട്ടെന്ന് വരും, ഞാൻ ഇനിയും ഒരു 2-3 മണിക്കൂർ കൂടെ നിൽക്കാൻ തയ്യാറാണ്. എന്റെ 2 കരണവും ഞാൻ തരാം. കാരണം ചേച്ചിക്ക് അടിക്കാൻ വേണ്ടി ഞാൻ മാറ്റി വെച്ചിരിക്കുകയാണ് കേട്ടോ. ഞാനിവിടെ ജെറുസലേമിൽ തന്നെ ഉണ്ട്. ചേച്ചിയുടെ വീഡിയോ കാണുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഓൾറെഡി ജെറുസലേം വിട്ട് പോയായിരുന്നു. പിന്നീട് വീഡിയോ കണ്ടപ്പോൾ ഞാൻ വീണ്ടും കരണത്തടി വാങ്ങാൻ വേണ്ടി വന്നതാണ്. ചേച്ചിയെ അവിടെ ചെറുക്കം വന്നാണ് നിപ്പുണ്ട്, ചെല്ലുന്നില്ലയോ? ചെല്ല്, പെട്ടെന്ന് ചെന്ന് പോയി അടിച്ചു പൊളിച്ചിട്ട് വായിങ്ങോട്ട്. ചെറുക്കൻ അവിടെ നിന്ന് അവന്റെ വേരിറങ്ങി. ചേച്ചി ഇപ്പൊ വരും, ഇപ്പൊ വരും, ഇപ്പൊ വരും. ചേച്ചി ഡയലോഗ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ചേച്ചി അപ്പോഴേ കണ്ടം വഴി സ്ഥലം വിട്ട്, എന്നിട്ട് ദൂരെ എങ്ങാണ്ട് പോയിട്ട് എന്നിട്ട് വേറൊരു ലൈവ് ഇട്ട്. എനിക്കിപ്പോ വരാൻ പറ്റത്തില്ല, ഞാൻ വന്നപ്പോഴത്തേക്ക് പോയി എന്നൊക്കെ പറഞ്ഞ് ഇരുന്ന് മെഴുകല്. ചേച്ചിയുടെ മെഴുകലൂടെ കാണാൻ കഴിയും. ഞാൻ പോകാൻ തയ്യാറാ. അവൻ ലൈവ് ഇടാൻ പറ. എനിക്ക് റീച്ച് ചെയ്യാനായിട്ട് യെരുശലേമും അവൻ വിലാമതിന്റെ അടുക്കലും ആ പരിസരത്ത് പോവാൻ നിൽക്കുന്നെങ്കിൽ എനിക്ക് റീച്ച് ചെയ്യാൻ കൂടുതൽ പോയ 20 മിനിറ്റ് മതി. ഓട്ടോ പിടിച്ച് ടാക്സി. എന്നിട്ട് എന്ത് പോകാഞ്ഞത്? അറിഞ്ഞില്ലേ വന്നത്? കഴിഞ്ഞ ദിവസം ഇമാര് വെല്ലുവിളിയൊന്നും ആയിരുന്നില്ലല്ലോ. കണ്ണോടിച്ച് വിളിക്കും. വളരെ മോശമായി പോയിട്ടാ പോകാനാണെങ്കിൽ. കാരണം ആ സമയത്ത് ലൈവ് ഇരിക്കുന്ന സമയത്ത് ഞാൻ ഒരുങ്ങാതെ കൊള്ളാതെ നിൽക്കുകയായിരിക്കും. പെട്ടെന്നൊരു ഉടുപ്പെടുത്തിടുക, എന്തുവാ മുടിയൊന്ന് റെഡിയാക്കുക, വണ്ടി പിടിക്കുക, സ്ഥലം അവിടേക്ക് നേരെ ചെല്ലുക. അത്രയും ഉടുപ്പൊക്കെ എടുത്തിട്ട് മുടിയൊക്കെ റെഡിയാക്കി എന്താ പെണ്ണ് കാണാമല്ലോ പോന്നേ? കർണടിച്ച് വിളിക്കാനല്ലേ പോന്നേ? കൂറക്കൊലത്തിൽ പോയാലും മതി. ഇതാണ് ഗൈസ് ചേച്ചിയുടെ കുഴപ്പം. ഒരിയും കിട്ടിയൊക്കെ പോകുന്ന പറയുന്നത്. എനിക്കൊന്ന് വർക്കിന് പോവായിരിക്കും, അതുകൊണ്ട് വഴിക്കൊന്ന് കയറാനുള്ള പരിപാടിയായിരിക്കും. എന്തായാലും അവിടെ വരെ പോകുന്നില്ല, എന്നിട്ട് പിന്നെ 2 വർക്ക് കൂടെ പിടിച്ചിട്ട് വരാം എന്നുള്ളൊരു സെറ്റപ്പിലായിരിക്കും മേ ബി. എന്തായാലും നടക്കട്ടെ, ഓരോരോ ജീവിതോപാധികളല്ലയോ. അപ്പൊ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. വർക്കെങ്കിൽ വർക്ക്. അവനെ ലൈവ് വരാൻ പറയടാ. നിങ്ങളൊക്കെ പോയി അവൻ റീലിട്ട് കളിക്കുമ്പം എന്തുവാ 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 ഇവിടെ കിടന്ന് കാണിക്കുന്നേ? ചെറുക്കൻ്റെ അവിടെ നിൽപ്പുണ്ട്, അങ്ങോട്ട് ചെല്ലുന്നില്ലയോ? ചേച്ചി അവിടെ അവനവിടെ കിടന്ന് റീലിട്ട് കളിക്കുന്നു, ചേച്ചി ഇവിടെ കിടന്ന് ലൈവ് ഇട്ട് കളിക്കുന്നു. ചത്താലും അങ്ങോട്ട് പോവില്ല. ഉളുപ്പുണ്ടോ തള്ളേ നിങ്ങൾക്ക്? എനിക്ക് അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക. ഒരുത്തന്നെ പച്ചയ്ക്ക് വെല്ലുവിളിച്ചിട്ട് അവൻ വന്നില്ല, അവിടെ നിൽക്കുക. മുക്കിന് നിൽക്കാൻ തുടങ്ങിയിട്ട് 3 മണിക്കൂറായി. ചേച്ചി ഇപ്പോഴും ഒരുങ്ങി കെട്ടി പുട്ടിയൊക്കെ അടിച്ച് അവിടെ നിന്നു. നാണമുണ്ടോ? ഞങ്ങൾ ഇങ്ങനെ കർണടിച്ച് പൊളിക്കുന്ന കാണാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുവായിരുന്നു. വളരെ മോശമായിപ്പോയി. നിങ്ങളൊക്കെ പോയി അവനെ റീലിട്ട് കളിക്കുന്ന സമയത്ത് അവനെ എതിർട്ട് കൊടുക്കാതെ അവനോട് പറ. തന്തയ്ക്ക് പറഞ്ഞവനാണെങ്കിൽ വരാനല്ലേ പറഞ്ഞത്? നീ റീലിടാതെ ലൈവ് ഇടാന്ന് പറ. ഈ ചേച്ചി പിന്നെയും നിങ്ങൾ തന്തയ്ക്ക് പറഞ്ഞ വരാൻ പറഞ്ഞ അവൻ വന്ന് ഈ ലൈവും കൂടെ ഇട്ട് തരണോ? എന്നാ കൊണത്തില് പരിപാടി? അപ്പൊ ചേച്ചിക്ക് പറഞ്ഞ സാധനമൊന്നും ഇല്ലയോ? അവൻ തന്തയ്ക്ക് പറഞ്ഞവൻ തെളിയിച്ച് ഇത് ചേച്ചി തന്തയ്ക്ക് പറഞ്ഞവൻ ചേച്ചി തെളിയിക്കണം. അല്ലെങ്കിൽ പിന്നെ എല്ലാവരും പറയത്തില്ല തന്തയില്ലാത്തവളെന്ന്. നിങ്ങൾ തന്നെ പറ ഗൈസ്, ഈ കൂട്ടത്തിൽ ഈ 2 പേരിൽ ആരാണ് തന്തയില്ലാത്തടി? നിങ്ങൾ താഴെ കമന്റ്. നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാൻ. എനിക്ക് കണ്ടിട്ട് ചേച്ചി ഒരുമാതിരി കൂതറപ്പരിപാടിയാണെങ്കിൽ കേട്ടല്ലോ. എന്തുവാ പേടിച്ചു പോയോ? അവനെ ചെന്ന് വിലാവ് മുതലിന്റെ അവിടെ 3 മണിക്കൂർ അവിടെ ഉണ്ടായിരുന്നല്ലേ പറഞ്ഞത് കുഞ്ഞിന്? 3 മണിക്കൂറിൽ എനിക്ക് വേണ്ടിട്ട് അവർ റീലെടുത്തവൻ എനിക്ക് വേണ്ടിട്ട് എന്താ ലൈവ് എടുക്കാത്ത? അവിടെ വന്ന് ഇന്ന് അടിക്കുമെന്നല്ലേ പറഞ്ഞ? അല്ല ലൈവ് ഇടാന്നും പറഞ്ഞില്ലല്ലോ. കിടന്നങ്ങ് മെഴുകി അങ്ങ് തൂറി നശിപ്പിക്കുക കേട്ടോ. ചേച്ചിക്ക് അങ്ങോട്ട് വിളിച്ചും പോയി. ലവൻ അങ്ങ് പോയെന്നും പറഞ്ഞാണ് ചേച്ചി വിളിച്ചത്. പോയവൻ തിരിച്ചു വന്നു ചേച്ചിയുടെ വെല്ലുവിളിയും കണ്ടു. എന്നിട്ട് ഇപ്പൊ ചേച്ചി അവിടെ ഇരുന്ന് മെഴുകി നശിക്കുക. വെല്ലുവിളി കണ്ടപ്പോഴത്തേക്ക് നമ്മൾ അടിച്ചു പൊളിച്ച്. ഇതൊരുമാതിരി അത്രയ്ക്കും ചെറ്റയാ, അത്രയ്ക്കും പേടിത്തൊണ്ടനാ. മനസ്സിലായോ? മനസ്സിലായി നല്ലോണം മനസ്സിലായി. ആരാണ് ചെറ്റ, ആരാണ് പേടിത്തൊണ്ടിരുന്നത് എന്നൊക്കെ മനസ്സിലായി കേട്ടോ. കൂടുതൽ ഇനി സ്വനത്തിൽ കുളവാക്കാൻ നിൽക്കണ്ട. വല്ല വണ്ടിയും വിളിച്ച് വീട്ടിൽ കാണാൻ പോയി നിൽക്കാൻ നോക്കി. ചെല്ലു പോ, സ്ഥലം പോ. ഇതാണ് ഗൈസ് ചേച്ചിയുടെ ഓരോരോ പരിപാടികൾ. ചേച്ചി അവസാനം ഇട്ട വീഡിയോ ഒക്കെ ഡിലീറ്റ് ചെയ്തുകൊണ്ട് ഓടി രക്ഷപ്പെട്ടു. എന്നെ പൊന്നു ചേച്ചി, വെല്ലുവിളിക്കുമ്പോ അറ്റ്ലീസ്റ്റ് ഒരു മിനിമം ക്വാളിറ്റി വേണം. ഓക്കെ, എന്നിട്ട് വെല്ലുവിളിക്കാൻ നിൽക്കും. ചേച്ചി വിചാരിച്ച് അവൻ വരുത്തില്ലെന്ന്. അതാണ് പുള്ളിക്കാരി കാര്യമായിട്ട് അങ്ങ് വെല്ലുവിളിച്ചത് കേട്ടോ. എന്തായാലും ചേച്ചി ഇപ്പൊ 2 ദിവസം ടയറിലാണ്. ഓരോരോ വെടലകൾ ഇങ്ങനെ വരും. ഇവര് പറഞ്ഞ പല കാര്യങ്ങളും ഞാൻ ഇതിനകത്ത് വെച്ചിട്ടില്ല. കാര്യം എന്ന് പറഞ്ഞാൽ അമ്മാതിരി അപരാധമാണ് ഇരുന്ന് അവരാധിക്കുന്നത്. ഇവരുടെ വായിന്ന് വരുന്ന വർത്താനം കേട്ട് കഴിഞ്ഞാൽ സെപ്റ്റി ടാങ്ക് വരെ തല കുനിച്ച് നാകണ്ട കഞ്ഞായി രാജ്യം വിട്ടോടും. അജാതി തീട്ട കേസാണ് ഇവര്. പിന്നെ ഇവറ്റകളൊക്കെ 4 പറയുമ്പോൾ നമുക്കൊരു രസമാണല്ലോ. ജസ്റ്റ് ഫോർ എന്റർടൈൻമെന്റ് ഗൈസ്. എന്താണ് ഗൈസ് നിങ്ങളുടെ അഭിപ്രായം? താഴെ ഒന്ന് കമന്റ് ചെയ്യുക. കൂടുതലൊന്നും പറയാനുള്ള. അപ്പോൾ സോറി എങ്കിൽ ബൈ.